എന്താണ് അവിടെ ബഹളം വെക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട. ഓക്കെയാ, നീ ഇവിടെ ചേർന്നിട്ടല്ലേ എനിക്ക് പൈസ അടിച്ചു മാറ്റിയത്. ഞങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ കട്ട് ചെയ്യാതെ ഞങ്ങളെ പൈസ കട്ട് ചെയ്ത് തിന്നത്. എന്നിട്ട് കട്ട് തിന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ. ഇത് ചതിയാ വല്ലാത്തൊരു ചതിയാ. പകുതി പകുതി എടുക്കാൻ ആര് പറഞ്ഞു? ചേച്ചിന്നല്ലേ പകുതി എടുക്കാന്ന് പറഞ്ഞു. കള്ളത്തിനും പറയുന്നോടാ. ഞാൻ അപ്പൊ പറഞ്ഞടാ നിന്റെ അടുത്ത്, ഞാൻ പകുതി പകുതി എടുക്കുന്നതിനോട് അപ്പൊ പറയടാ. പുഞ്ചിരി മധുരം ഹൃദയം മുഴുവൻ കളിയാ. കൊടുത്തോ പണിയാ. നമസ്കാരം, ബിഗ് പ്രാങ്ക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ലോൺ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരമ്മയുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സുമായി മുങ്ങിയ ഒരുത്തനെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനായി ഒരുങ്ങിയപ്പോഴേക്കും അവനും അവൻ്റെ ഭാര്യയും ആ സ്പോട്ടിലെത്തുന്നു. കാണാം. ഇത് ചതിയാ വല്ലാത്തൊരു ചതിയാ. വായ്ക്കുള്ള പുഞ്ചിരി മധുരം ഹൃദയം മുഴുവൻ കളിയാ. കൊടുത്തോ പണിയാ. ചിരിച്ചു നിന്നാലും കരിയാ എന്റെ മണിയേ. എനിക്ക് എൻ്റെ ഇതിനകത്ത് നീ ലോൺ എടുക്കാന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് മേടിച്ചോണ്ട് പോയ പാസ്ബുക്ക്, എൻ്റെ പാൻ കാർഡ്, എൻ്റെ ആധാർ കാർഡ് എവിടാ? കൊടുത്തു വിട്ടായിരുന്നല്ലോ ഞാൻ. ആരുടെ കൈ കൊടുത്തു വിട്ടു? നീ ആരുടെ കൈ കൊടുത്തു വിട്ട്? ഒരു 3 മാസത്തിന് മുമ്പേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയതാണോ? എനിക്ക് ലോൺ ശരിയാക്കി തരാം. എനിക്ക് ലോൺ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൂഫുകളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? എല്ലാം കൊടുത്തിട്ടുണ്ട്. ലോൺ വെക്കാൻ വന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആ പുള്ളിക്കാരൻ ലോൺ കൊടുത്ത് പൈസ ഇത് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു വിട്ടേ. ഏത് പുള്ളിക്കാരൻ്റെ കയ്യിൽ നീ കൊടുത്തു പറഞ്ഞു? ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ ലോൺ ചെയ്യാൻ നേരത്ത്. നീ എന്തിനൊക്കെയാണോ വർത്താനം പറയുന്നത്? അങ്ങർക്ക് എഴുന്നേറ്റ് അടക്കാൻ വയ്യാത്ത മനുഷ്യന് നീ കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ല. നമ്മുടെ പ്രൂഫ് എല്ലാം ലോൺ കൊടുക്കാന്നും പറഞ്ഞു താങ്കൾ മേടിച്ചോണ്ട് പോയെന്നാണ് ഇതേ പറയുന്നത്. അപ്പൊ അതിന്റെ പരമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. ഞാൻ ചാനലിന്റെ ആളാണ്. ഇതൊന്നും അറിയാതെ എന്തിനാ അമ്മ ഒരാൾ വന്ന് ചോദിച്ചപ്പോ അങ്ങനെ കൊടുക്കും? മോനെ, എനിക്ക് ലോൺ വേണമായിരുന്നു. ലോൺ വേണമെന്ന് പലയിടത്തും പോയിട്ട് നടന്നില്ല. അങ്ങനെ ഇവൻ എടുത്തു തരാൻ ചേച്ചി പറഞ്ഞോണ്ട് എന്റെ കയ്യിൽ നിന്ന് ആധാർ കാർഡ്, എന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, എന്റെ പാസ്ബുക്കും, പിന്നെ എന്തൊരു കാർഡാ? പിന്നെ വേറെ ഏതാണ്ട് വേണമല്ലോ മോനെ. ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ വേറൊരു കാർഡ് ഉണ്ടല്ലോ, അത് എന്റെ പേര്. ആ കാർഡിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. അതും എന്റെ കൊടുത്ത് ഞാൻ അമ്മയുടെ പ്രൂഫ് എല്ലാം മേടിച്ചോണ്ട് പോയി. എല്ലാം മേടിച്ചോണ്ട് പോയി. നീ ആരുടെ കൈ കൊടുത്തു? നീ ആരുടെ കൈ കൊടുത്തെന്ന് അറിഞ്ഞേ? നിങ്ങൾ ഇവിടെ ലോൺ വെക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പുള്ളിക്കാരനെ കൊടുത്താ. നിങ്ങൾക്ക് മാസം EMI അടയ്ക്കാൻ പറ്റില്ല, അത് പറഞ്ഞാൽ നിങ്ങൾ ചൂടാണ്ട ആവശ്യമൊന്നുമില്ല. നീ എനിക്കത് ലോൺ ശരിയാക്കി തന്നോ? നീ എനിക്ക് അമ്മയ്ക്ക് ലോൺ ശരിയാക്കിയിട്ടില്ല. ഇല്ല, എനിക്ക് ലോൺ ശരിയാക്കി എന്റെ പൈസ കിട്ടിയിട്ടില്ല. എനിക്ക് പൈസ താ. കൊണ്ടുപോയി കൊടുക്കുന്നത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ അടുത്ത് ലോൺ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം എടുത്ത പൈസ തിരിച്ചു തരാം. വയ്യാതെ കിടക്കുന്ന ഈ അമ്മയുടെ പൈസ എടുത്തിട്ട് എല്ലാം കൊടുത്തു. ഞാൻ എന്റെ കയ്യിലൊന്നും പ്രൂഫ് ഒന്നുമില്ല കൊച്ചെ. കൊടുത്തു വിട്ടു. 3 ദിവസത്തിനുള്ളിൽ പൈസ തന്നേക്കാൻ ചേച്ചി. 3 മാസത്തിനുള്ളിൽ പറ്റത്തില്ല കൊച്ചേ. പറഞ്ഞേ മാസമല്ല. 1 ലക്ഷം രൂപയൊക്കെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഇപ്പഴറിഞ്ഞു. പൈസ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം. ഞാൻ പൈസ കൊടുത്തോളാം. കരയില്ലേ? ഞാൻ കൊടുത്തോളാം പൈസ. നീ ടെൻഷൻ അടിക്കുന്നെന്തിനാ? ടെൻഷൻ അടിക്കുന്നത് പൈസ എന്റെ വായിന്ന് വല്ലൊക്കെ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞില്ല. പിന്നെ ചൂടാണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ നീ മീഡിയ വിളിച്ചു വരുത്തേക്ക്. മീഡിയ ഞാൻ വിളിച്ചു വരുത്തിയോ? എന്താവശ്യം മോനെ? എന്താവശ്യം? ഞാൻ മോനോട് എത്ര തവണ പറഞ്ഞു മോനെ? നിങ്ങൾ രണ്ടോട് ഞാൻ പറഞ്ഞ മോനെ എന്റെ പൈസ എനിക്ക് എന്റെ പേര് വരുന്നത്. ഞാനിപ്പോ പൈസ അടയ്ക്കണമെന്ന്. ഞാൻ ലോൺ എടുക്കാത്ത ഞാൻ എങ്ങനെ പൈസ അടയ്ക്കും? എന്റെ പേര് ഇവിടെ എടുത്ത് ഞങ്ങൾ പകുതി പോയി എടുത്തോണ്ടിരിക്കും. പാസ്ബുക്ക് വിളിക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അല്ലേ? അവിടെ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എത്ര കയറി എത്ര എടുത്തെന്ന് അറിയാലോ. എടി പൈസ എടുത്തിട്ടുണ്ട്. പൈസ എടുത്ത് ക്യാഷ് ആയിട്ട് കൈ കൊടുക്കുമായിരുന്നു. പൈസ ക്യാഷ് ആയിട്ട് കൈ കൊടുക്കുമായിരുന്നു. ഒരു രൂപ ശരിയാ. താങ്കൾ എടുത്ത 1 ലക്ഷം രൂപ എടുത്തല്ലേ? ആ 1 ലക്ഷം രൂപ എന്ത് ചെയ്തു? 1 ലക്ഷം എടുത്തെന്ന് പറഞ്ഞാൽ ബാക്കി പൈസ ഇവർക്ക് കൊടുത്തിയാ. പൈസ എടുത്തില്ല. എന്റെ പൈസ എടുത്തില്ല. എടുത്തിട്ട് 3 മാസം 3 മാസം EMI അടച്ചു. ആ 3 മാസം EMI പകുതി പൈസ പുള്ളിക്കാരൻ ഇവിടെ തരുമായിരുന്നു. പുള്ളിക്കാരൻ
വയ്യാത്തൊരു മനുഷ്യനാ. പൈസ തന്നോണ്ടിരുന്നെങ്കിൽ ഏത് പുള്ളിക്കാരനാ കൊച്ചേ? എനിക്ക് വേറെ പുള്ളിക്കാരൻ. എനിക്ക് പതുക്കെ പറയാൻ അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മീഡിയ വിളിച്ചോണ്ടിരിക്കുന്നത് മീഡിയ അത് എന്റെ ആവശ്യമാടാ, എന്റെ ആവശ്യം. നീ മോതിരം ഞാൻ മേടിച്ച് ഓർക്കുന്നുണ്ടോ? എടുക്കും മോതിരം, എടുക്കാം മോതിരം. ആ പിന്നെ നീ ഭർത്താവിനെ മേടിച്ച പൈസക്ക് ഞാൻ മോതിരം കാട്ടി. നിങ്ങളോട് കാശ് തരാന്ന് ഞാൻ പറഞ്ഞ കാശ് തരും. പിന്നെ എനിക്ക് കാശ് എനിക്ക് ഇപ്പൊ വേണം. ആ അല്ലേ ഈ അമ്മായിട്ട് നിന്നും ലോൺ എടുക്കാന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രൂഫ് എല്ലാം മേടിച്ചിട്ട് പോയിട്ട് ഇദ്ദേഹം എൻ്റെ പൈസ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ EMI അടയ്ക്കാൻ വന്നപ്പോൾ അമ്മയ്ക്ക് അറിയത്തില്ല ഏത് വകുപ്പിലാണ് ഇത് അടയ്ക്കേണ്ടതെന്നുള്ളത്. ഇദ്ദേഹം 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ഇപ്പം സംസാരിച്ചത് എനിക്ക് അങ്ങനെ മനസ്സിലായത്. അമ്മയുടെ പൈസ ചേട്ടാ ഞാൻ പൈസ എടുത്തിട്ടുള്ളൂ ശരിയാണോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പകുതി പൈസ അടച്ചോണ്ടിരിക്കുന്നത്. ബാക്കി EMI തരാൻ പറ, ബാക്കി അടച്ചു വിട്ടോളാ. നീ ഇവർക്ക് മൊത്തം 1 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയാൻ ഞാൻ സമ്മതിക്കുന്ന കേസാണ്. 1 ലക്ഷം രൂപ എങ്ങനെ കളത്രം പറഞ്ഞതിന്റെ ആവശ്യമല്ല. എന്തിനാ ഇങ്ങോട്ട് ആയിട്ട് വന്നേ? ഈ വയ്യാതെ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാ? പൈസ ഞങ്ങൾ അങ്ങോട്ട് തരും. എങ്ങനെ പൈസ? നിങ്ങൾ എനിക്ക് നാളെ പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ തന്നെ വേണതാ. വയ്യാത്തൊരു മനുഷ്യൻ എനിക്ക് വയ്യ, എനിക്ക് പനിയാ. ഈ പനിയായിട്ട് ഞാൻ എനിക്ക് പോണം. ഇങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണേ. എനിക്ക് വയ്യാതിരിക്കോ, എനിക്ക് സുഖമില്ലായിരിക്കും. എന്റെ പേരിൽ നിന്നോട് ആര് പറഞ്ഞു എന്റെ പേര് ലോൺ എടുക്കാൻ? നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആര് പറഞ്ഞ കളത്തിനെ കാണിക്കാൻ? അവിടെ പോയി കിടക്കിച്ചല്ലേ. ലോൺ എടുത്താടാ? ആ ലോൺ എടുത്തെങ്കിൽ ലോൺ എടുത്തു. അവർക്ക് ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ഞങ്ങൾ എവിടെ നിന്ന് കൊടുക്കൂടാ? ലോൺ എടുക്കാത്ത പൈസക്ക് ലോൺ എടുത്തു സമ്മതിച്ചു. പൈസ തരാന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതാ. പൈസ തരാന്ന് പറഞ്ഞ പറഞ്ഞ ഈ 2 ദിവസം കള്ളം പറയടാ. എത്ര നാളുകൊണ്ട് നീ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞിട്ട് നീ ഇത്ര ദിവസമായിട്ട് പൈസ തന്നോ? അതുകൊണ്ട് ഞാൻ അവസാനം ഞാൻ ഇവരെയൊക്കെ ഞാൻ വിളിച്ചപ്പോ എന്റെ കൊച്ചുങ്ങൾ അവരൊക്കെ മനസ്സിലായ നിന്നിട്ട് മോന്നിട്ട് കാര്യമില്ല. ഭർത്താവ് പൈസ കൊണ്ട് തരുമ്പോഴേ ചോദിക്കണം. അവളല്ല പൈസ എനിക്കത് അറിയേണ്ട കാര്യമില്ല. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കൂടെ അറിയണം. ഓ അല്ലേ നീ ലോൺ എടുത്തെടുക്കാന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം ലോൺ എടുത്തെടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ പാസ്ബുക്ക് ATM കാർഡ് കൊടുത്തില്ലടി? ATM കാർഡ് പാസ്ബുക്ക് പിന്നെ വേറൊരു കാർഡ് ആരുടെ കയ്യില് പിന്നെ നീ എന്തിനാ ATM കാർഡിന്റെ കോഡ് കൂടെ നീ മാറ്റോണ്ട് പോയത്? ഇവര് പറഞ്ഞു തന്നാന്ന്. ഞാൻ സ്വന്തമായിട്ട് എടുത്തോണ്ട് അക്കൗണ്ടിൽ വന്ന പൈസ നീ എന്തിനെടുത്ത് മറിച്ച്? അത് ഇവര് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആളെ കണ്ടില്ല. പിന്നെ ഇവിടെ ലോൺ പറയാ പൈസ എടുക്കാൻ വേണ്ടി വന്നപ്പോ ആളെ കണ്ടില്ല. ഇപ്പൊ അവസാന നിമിഷത്തിൽ പുള്ളിക്കാരി വന്നിട്ട് ഞാൻ ഇതൊക്കെ നാണക്കേടല്ലേ? ഇത് നാണക്കേട്ട കേസല്ലേ? സമ്മതിച്ചേട്ടാ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പൈസ കൊടുക്കാന്ന് പറഞ്ഞു. നാണക്കേടാ നാണക്കേട്ട കേസ് കേട്ട് കയറിപ്പോ. അച്ഛൻ ആ പേടിപ്പിരുന്ന് ഇങ്ങോട്ട് പേടിപ്പിക്കാൻ നിൽക്കില്ലേ? കാര്യം ഞാൻ പറയാം. ചേച്ചിയുടെ പൈസ തരാന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്റെ കയ്യിൽ നിന്ന് കോഡ് വാങ്ങിച്ചോണ്ട് പോയിട്ട് നീ ആ പൈസ എന്തെങ്കിലും എടുത്താൽ എനിക്ക് തരണോ വേണ്ടായോ? ചേച്ചി ATM കാർഡും ATM പിന്നെ ചേച്ചിയിലെ തന്നു വിട്ടത്. എടാ നിന്നെ പോലെയുള്ള ഒരുവിധപ്പെട്ടവന്മാരുടെ തൊഴിൽ ഇത് തന്നെ. ആയിക്കോട്ടെ. പ്രായമുള്ളവരെയൊക്കെ മുക്കി പൈസ അടിച്ചു മാറ്റുന്നുള്ള സ്വഭാവം നിന്നെ പോലെ കുറെ എണ്ണത്തിലുണ്ട്. പറഞ്ഞു ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാ നീയാ. മോതിരം വിട്ടിട്ടുണ്ടായോ പൈസ തരാന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ മോതിരം എത്ര ഉണ്ടടാ? അത് 10,000 രൂപയ്ക്ക് ഉള്ളൂ. അപ്പൊ എന്റെ 1 ലക്ഷത്തിന് മുകളിലാണ്. എനിക്ക് മിണ്ടരുത്. നോട്ടീസ് വന്നപ്പോ 1.5 ലക്ഷത്തിന് മുകളിലുണ്ടോ? ഇവൻ അടച്ചെന്ന് പറഞ്ഞു. അങ്ങനെ വരത്തില്ലല്ലോ. അത് എനിക്ക് അറിയണ്ട. നോട്ടീസ് വന്നു. ജോലിക്ക് 3 വർഷത്തിന് നോട്ടീസ് എപ്പോഴാ വരുന്നതെന്നൊക്കെ എനിക്കറിയാം. ആണോ? എല്ലാം അറിഞ്ഞോണ്ടിരിക്കുവാന്നോ? 3 മാസം മുടങ്ങിയിട്ടുള്ളെങ്കിൽ അവിടുത്തെ സാറ് വിളിച്ചോ? മോനെ നിന്നെ വിളിച്ചായിരുന്നു. നോട്ടീസ് എവിടെ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ ആരടയ്ക്കും? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചെന്നുള്ള നോട്ടീസ് കാണിക്കേണ്ടത് കൊണ്ട് കാണിച്ചോളാം. പിന്നെ നീ ഇവിടെ ചേർന്നിട്ടല്ലേ എനിക്ക് പൈസ അടിച്ചു മാറ്റിയത്? ഞങ്ങൾക്ക് ഇങ്ങനെ കട്ട് തിന്നേണ്ട കാര്യം. പിന്നെ കട്ട് തിന്നാതെ ഞങ്ങളെ പൈസ കട്ട് ചെയ്ത് തിന്നത്
എന്നിട്ട് കട്ട് തിന്നില്ലെന്ന് പറഞ്ഞാൽ മതി. എന്തൊരു നാണക്കേടാ, പറയാതെ ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊരു നാണക്കേടാ. പക്ഷേ എന്നാലും കരിയായന്റെ മണിയേ ആരൊക്കെ കൊടുത്തോ പണിയാ. അച്ഛനെ വിളിക്കാനൊന്നുമില്ല, എന്നെ അച്ഛനെ ഇത് വിളിക്കും. രണ്ടും കൂടെ അച്ഛനെ അറിയൊന്നും വേണ്ട. അച്ഛനെ അറിയൊന്നും വേണ്ട. ഇത് രണ്ടും കൂടെയുള്ള ഒത്തുകളിയാ. കളിയാ. എന്റെ ചേട്ടാ, ഞങ്ങൾ ഒത്തുകളിയൊന്നും അല്ല. ചാനലുകാരൊക്കെ വന്നപ്പോഴത്തേക്കുള്ള ഒത്തുകളിയാ. ചേച്ചി ആരെയും പറ്റിച്ച് കഴിയേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ പോലീസിന്റെ പാവങ്ങളെ പൈസ മുക്കിയത് തന്നെ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇപ്പഴല്ലേ അറിഞ്ഞത്. അറിയാം. ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. അറിയണമായിരുന്നു. അല്ല ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇരുന്നാ പോരാ. വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല പൈസ. എന്നാലൊക്കെ കൊണ്ടുവന്നാലേ എനിക്ക് തിരക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്നില്ലേ? ഇവന് വേറെ അതിൽ കെട്ടികളുണ്ടോ വേറെ? അതിരക്കേണ്ട കാര്യം. ആ പിന്നെ വേറെ കെട്ടികളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്താണ്. അത് ഈ തിരക്കത്തന്ത്. എന്നാലും എന്തൊരു പൈസ എടുത്തു. ഓണം പിടിക്കത്തില്ലടാ, ഓണം പിടിക്കത്തില്ല. ബാക്കി എവിടെ ഒപ്പിക്കാനാ നീ? നീ എവിടെ ഒപ്പിക്കാനാ പൈസ? എടി ഞാൻ പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് പറയണ്ട, ബ്രാഞ്ചുമാരൊക്കെ അറിഞ്ഞ സീനാവും നീ. ഇതിവിടെ ക്ലോസ് ചെയ്തിട്ട് വേണം പോകാൻ. പൈസ കൊടുക്കുമ്പോൾ പ്രശ്നം തീർന്നോളൂല്ല. പിന്നെ എന്നാ പ്രശ്നം തീരത്തില്ല. ഇവനെ പോലീസിൽ ഏൽപ്പിക്കുക. മേലെ ആവശ്യമുണ്ട്. മേലെ കാണിക്കരുത് കള്ളം. മൈക്കും ക്യാമറ എടുത്ത് പിടിയിടാ ഇതൊക്കെ പിടിച്ചിട്ട് നീ ഇപ്പൊ തന്നെ പബ്ലിഷ് ചേട്ടാ അതിനൊന്നും ആവശ്യമില്ല ചേട്ടാ. ഞാൻ ആവശ്യമുണ്ട്. പ്രായം ഇത്ര ഒരു അമ്മയെ ചെയ്ത ശരിയായില്ല. ഞാൻ ക്ഷമിച്ചേരെ. എന്റെ കോഡ് മേടിച്ചോണ്ട് പോയി ഇവൻ പൈസ ലോൺ എന്തായാലും അനുവദിച്ച് കാണുമോ കൊച്ചേ? അനുവദിച്ച് കാണുമ്പോ ഇവിടെ എന്നോടൊന്ന് ഇവിടെ വന്ന് പറയാമല്ലോ. ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു അബദ്ധം പറ്റിപ്പോയതായിരിക്കും. ഞാൻ പൈസ തിരിച്ചു തരാം. ഇത് അബദ്ധമൊന്നും അല്ല. ഇത് പൈസ എടുത്തിട്ടാണ് അബദ്ധം ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് അബദ്ധം എന്ന് പറഞ്ഞാൽ മതി. ഭാര്യയും ഭർത്താവോട് അഭിനയം പൈസ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ന്യൂസിനകത്തും ചാനലിനകത്തൊക്കെ കൊടുക്കും. നീ ഇനി ജോലിക്ക് പോവണ്ട. നീ ഇത്രയും ദിവസം വിളിച്ചിട്ട് വന്ന ഒരു മീഡിയക്കാരൻ വിളിച്ചപ്പോ നീ വന്നില്ലേ? എനക്കറിയാം കുരുങ്ങോന്ന്. എത്ര ദിവസം വിളിക്കുന്നറിയവനെ? ഞാൻ സാക്ഷി കേട്ടിട്ടാണ് ഇവരെ വിളിച്ചത്. മനസ്സിലായ? എന്റെ അച്ഛനടുത്ത് എന്നാ പറയാൻ? ഇത് പൈസ മേടിച്ചെന്ന് തരാന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ കിടന്ന് അവരും കൂടെ അറിഞ്ഞോടല്ലേ പരിപാടിയാണ് നടത്തിക്കുന്നത്. നീ എല്ലാം കൂടെ എന്റെ തലക്ക് ഉണ്ടാക്കി വെക്കണം. നീ ഇവിടെ അറിഞ്ഞിട്ടാണ് പൈസ അടിച്ചു മാറ്റിയേ. നീ ഇവിടെ അറിഞ്ഞിട്ടാണ് പൈസ അടിച്ചു മാറ്റിയെന്ന് ചോദിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു. കള്ളക്കടത്ത് കള്ളം പറയാൻ എന്റെ അടുത്ത് പറഞ്ഞു. മനസ്സിലായ? കള്ളക്കടത്തിന് കാണുമ്പോഴേ അറിയാലോ. അപ്പൊ രണ്ടെണ്ണം കൂടെ ഇതുണ്ട് ഒത്തുകളി. വീഡിയോ പിടിക്കട്ടെ അച്ഛാ. ചേട്ടാ വീഡിയോ ഒന്നും വേണ്ട ചേട്ടാ. ഞങ്ങൾ പറഞ്ഞല്ലോ പൈസ തരാന്ന് പറഞ്ഞു. എടുത്തോണ്ട് പോവാൻ എവിടെ പോവാൻ? നിങ്ങളെ പൈസക്ക് ഒരു തീരുമാനം ആക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അവളവിടെ നിൽക്കട്ടെ. നീ ചെന്ന് പൈസ ഒപ്പിച്ചു ഇവളെ വിടൂലെന്ന്. ചേട്ടാ അവളില്ല, ഞാൻ അങ്ങനെ പോകുന്നേ. അപ്പോ ചെല്ല്. പൈസ അവളില്ലാതെ ഞാനല്ലാണ്ട് ഇവിടെ നിന്നിട്ട് പൈസ നീ പൈസ ഇവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ. നീ ഇല്ല ചേച്ചിയോടെ ഞാനല്ലേ? എനിക്കത് വേണ്ട. നീ ഇല്ലാതെ പൈസ മേടിച്ച ഇവിടെ വെച്ചാക്കിട്ട് പോയാൽ മതി. ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിട്ട് പോയാൽ മതി. ചേട്ടൻ ചൂടാതെ പറഞ്ഞത്. ചേട്ടൻ അങ്ങനെ ചൂടാണ്ട. ചൂടാ പൈസ അറിയാമോ? ഞങ്ങൾ തരാന്ന്. നിങ്ങൾ എവിടെ തരും? എന്റെ അച്ഛനെ ഒന്ന് കൊണ്ടുപോകണ്ട ആശുപത്രി. പൈസയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? നിങ്ങൾ ഈ മീഡിയക്കാരൊക്കെ വിളിച്ചു വെച്ചേക്കുന്നത് പൈസയുടെ കാര്യത്തിൽ മര്യാദ വിടുവാണെങ്കിൽ ഇപ്പൊ എടുത്തിട്ട് വരാം. അല്ലെ നാളെ ഒന്നും പണയം വെക്കാൻ ഞാൻ ചോദിക്കട്ടെ, പറ്റുള്ളൂ. നിന്നെ വിട്ടാ നീയൊക്കെ ഇപ്പൊ തന്നെ പുല്ല് കുരുത്തിട്ടില്ല. ഇനി ഉള്ള പുല്ലൂടെ കുരുക്കാത്ത വരാതിരിക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരാതിരുന്നാ പോരായിരുന്നു. അത് ഇവനെ കെണി വെച്ച് പിടിച്ചതല്ലേ? ഇവന്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോ ഇവൻ പബ്ലിഷ് ആവുമെന്ന് പറഞ്ഞുണ്ടാവും വന്നതാ. ഇല്ലെങ്കിൽ ഇവൻ വരൂലല്ലോ. വരുമോ? പൈസ ഒപ്പിക്കാൻ പറ്റത്തില്ല. വരുന്നുണ്ടേ വാ. നിങ്ങൾ രണ്ടും കൂടെ അങ്ങനെ മുങ്ങണ്ട. അവ ഒന്നും നീ ഇല്ല, അല്ലെങ്കിൽ അവ ഇവിടെ നിൽക്കട്ടെ. ആരെങ്കിലും ഒരാള് നിന്നിട്ട് പോയി നീ ഇവിടെ നിൽക്കേ. നീ പോയിട്ട് വാടാ. നീ പോടാ. അവളിവിടെ നിൽക്കട്ടെ. അവളെ അങ്ങനെ എടുത്തിട്ട് പോകാൻ നീ ഒറ്റയ്ക്ക് വന്നാലും ഇതൊക്കെ പറ്റുള്ളൂ. നീ പോ. അവളവിടെ നിൽക്കട്ടെ. അങ്ങനെ കൊള്ളരുതല്ലോ. പെട്ടെന്ന് പറയാൻ ഇത് ചതിയാ വല്ലാത്തൊരു ചതിയാ. വായ്ക്കുള്ള പുഞ്ചിരി മധുരം ഹൃദയം മുഴുവൻ കളിയാ. ആരക്ക് കൊടുത്തോ പണിയാ. അല്ലെ ഒരു നാണോ മാനം വേണം. നിനക്ക് മനസ്സിലായോ? നാണോ മാനം പ്രായം എടാ നീ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് ലോൺ റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു നീ പൈസ വാങ്ങിച്ചോണ്ട് പോയാ? പൈസ ഇല്ല, നീ കാർഡും അതിന്റെ പ്രൂഫെല്ലാം വാങ്ങിച്ചു. ശരിയാ. എന്നിട്ട് പൈസ വന്നപ്പോ പൈസ എടുക്കാണെന്നും പറഞ്ഞോണ്ട് ATM കാർഡ് അതിന്റെ പാസ്വേഡ് ഇതെല്ലാം കൂടെ നീ വാങ്ങിച്ചോണ്ട് പോയാ? എന്തിനാണ് വാങ്ങിച്ചോണ്ട് പോയത്? പൈസ എടുക്കാൻ വേണ്ടി മേടിച്ച നീ ആരുടെ എവിടെ പേരുന്നു വന്ന പൈസ എടുക്കാൻ? കൂട്ടിയതും ചതിയാ. ഉപ്പ് കുറച്ച് നോക്കുന്ന കണ്ണ് എന്താ? നല്ലൊരു കുടുംബത്തിന് നമ്മളായിട്ട് തുലയ്ക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളായിട്ട് പോകാനാ? പൈസ മേടിക്കണം.
ഇവരല്ലാതെ നമുക്ക് നിങ്ങൾ സ്ഥിരം കളിച്ചിരുന്ന എനിക്ക് തോന്നുന്നു. തന്നെ അവന് ഇവര് മാത്രമല്ല പലരും ഇങ്ങനെ. അല്ല നമ്മളെ പറ്റിച്ചിട്ട് അവൻ ഇത്രയും പൈസ ഇതൊരു പാവം സ്ത്രീ അറിഞ്ഞു കാണത്തില്ല. ആയിരിക്കും കൊച്ചുകാരൻ പോവാൻ നിൽക്കുവാ അച്ഛാ. ഇപ്പൊ നിന്നെ അവനെ ഞാൻ എറിഞ്ഞിടും. ഇപ്പൊ നോക്കൂ, പൈസ പോയാ കിട്ടുവോ? പൈസ പോയാ കിട്ടുവോ? ആദ്യം അവൻ പോയാ പൈസ പോയാ കിട്ടുവോ? ഞാൻ കൂടെ പോയാലേ മൊത്തം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതെന്ത് പറ്റി? അവന് പോയാൽ ആരും കൊടുക്കൂലേ? അവന് പോയാൽ ആരും കൊടുക്കൂലേ? എന്റെ പേര് ഇരിക്കുന്ന പണയം വിൽക്കണമെങ്കിൽ ഞാൻ ചെല്ലുന്ന ചേട്ടാ എന്നെ വീട്. അല്ല, ഇവൻ ഇങ്ങനത്തെ സൂക്കേട് വല്ലതും ഉണ്ടായിരുന്ന? ചേട്ടാ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ പിന്നെ അവൻ ഇപ്പൊ ഞങ്ങൾ ഈ പാവങ്ങളെ പൈസ എന്തിനാണ് അടിച്ചു മാറ്റിയെന്ന് പറ. തിരിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തായിരിക്കും, കൊടുക്കാൻ വിട്ടുപോയതായിരിക്കും. ഈ 3 മാസം കൊണ്ട് അവൻ അറിഞ്ഞൂടെ ഞങ്ങളെ പൈസ തരണമെന്ന്? ഇന്ന് ഞങ്ങൾക്ക് വേണ്ട 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഗഡു അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര 7,000 പൊടിശിയല്ല, ഫസ്റ്റ് ഗഡു ഫസ്റ്റ് തവണ അവസ്ഥ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ പൈസ എടുത്താലും ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല, മനസ്സിലായ? ഇവരിതെങ്ങനെ അടയ്ക്കും? ഞങ്ങൾ എങ്ങനെ അടയ്ക്കും പറ? ആ വീട് അങ്ങോട്ട് മുകളിലോട്ട് നോക്ക്, തുറക്കണുണ്ട് ആ വീട്. വലിച്ചു കെട്ടിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ലോൺ എടുക്കാൻ പറഞ്ഞത്. ഇവൻ ഇങ്ങനത്തെ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാ? നിങ്ങളുടെ ഹസ്ബൻഡ് പറ്റിക്കുമായിരുന്നു. പറ. ഇവൻ വീണ്ടും എന്റെ വാങ്ങിക്കും. ആ, ഞാൻ നിന്നോട് പറഞ്ഞോടാ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോടാ എടുക്കാം, എനിക്ക് ലോൺ എടുത്ത് തരണോന്നേ നിന്നോട് പറഞ്ഞോളൂ. അതിന് ചേച്ചി അത് വേണേ ഇത് വേണേ ചേച്ചി 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കാന്ന് പറഞ്ഞു. മോളെ പേരെന്തിനാണ്? എവിടെ ജോലിയാണ്? അവിടുത്തെ ഒരു സാറുണ്ടല്ലോ, സാറിന്റെ പേരെന്തിര്? ആ, അതിനു മുമ്പ് എവിടെയായിരുന്നു ജോലി? അപ്പൊ ഇവന് ഇത് ഇവിടെ തന്നെയായിരുന്നു ജോലി. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര മാസമായി? 5 വർഷത്തിന്റെ ഇടയിൽ അവൻ ഇപ്പോഴാണ് പറ്റിച്ചത്. ഇതേപോലെ എത്രയോ കേസുകൾ കാണും. പാവങ്ങൾ കണ്ടുപിടിക്കാതെ ഇവന്റെ പിറകെ അന്വേഷിച്ച് പോയില്ല. ഞാൻ ഇപ്പൊ രാജേഷിന്റെ ആ നമ്പരും കൊടുത്തിട്ട് അവൻ വിളിപ്പിച്ചോണ്ട് വന്നു. ഇല്ലെങ്കിൽ അവൻ വരുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ നാളേക്ക് വിട്ടേ നീ ഒന്ന് വിട്ടേ നീ വിടാതെ മാറിക്ക്. നീ വിട്ടെ നീ വിട്ടെ നീ വിട്ടെ മാറിക്ക് നീ മാറിക്ക് നീ മാറിക്കേ അച്ഛൻ അടിക്കാ ദേഹത്തോട് അവരെ കയ്യിൽ ദേഹത്തോടൊന്നും ആവശ്യമൊന്നുമില്ല. ചേട്ടൻ എന്നാ നോക്കുക, മീഡിയയും വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളോട് അറിഞ്ഞോണ്ടുള്ള പരിപാടി തന്നെയല്ലായിരുന്നു ഈ പൈസ എടുത്ത്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഒന്നും അറിയത്തില്ല. നിന്നോട് പൈസ എടുക്ക ലോൺ കല്ലെടുത്തോണ്ട് മക്കളെ അച്ഛനെ കമ്പ് ഓടിക്കല്ലേ ലോൺ അനുവദിച്ചേ ഞാൻ പറയട്ടെ ചേട്ടാ പൈസ തരാന്ന് പറഞ്ഞു. പിന്നെ ദേഹത്തോട് ഇങ്ങോട്ടോ ഇവിടെ വന്നില്ലേ? നീ ഇവിടെ നില്ലടേ. ഇവിടെ പറയട്ടെ, നീ ഞാൻ പറയട്ടെ, അപ്പോൾ ഇവൻ കാണിക്കണത് ശരിയാണ്? പറ, ഇവൻ കാണിക്കണത് ശരിയാണ്? കാണിച്ചത് ശരിയാണോ തെറ്റാണോ? പറ. തെറ്റാണല്ലോ. ഇനി ആവർത്തിക്കില്ലല്ലോ, ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് വിടാണ്, വെറുതെ വിടാണ്. 1 ലക്ഷം രൂപ ഞങ്ങൾ വേണ്ടെന്ന് വെച്ച്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് ഇത് ചതിയാ, വല്ലാത്തൊരു ചതിയാ. വായ്ക്കുള്ള പുഞ്ചിരി മധുരം, ഹൃദയം മുഴുവൻ കളിയാ. ഭാര്യക്ക് കൊടുത്തോ പണിയാ, ചിരിച്ചു നിന്നാലും കഴിയാ എന്റെ മണിയേ. ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. നിനക്കെന്റെ മാത്രം ജയമെങ്കിലും തോൽവി എനിക്ക്. കരിച്ചൂട് കൂട്ടിയതും ചതിയാ. ഉപ്പ് കുറച്ച് നോക്കുന്ന കണ്ണ് എന്താ എന്ന് ചോദിച്ചാൽ നിശബ്ദം. അത് തന്നെയാണ് നിന്റെ തന്ത്രം. ഭാര്യക്ക് കൊടുത്തോ പണിയാവോ, ദേഷ്യം കാണിച്ച് നീരുന്ന
ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് എരുമേലി ശബരിമല റൂട്ടിൽ മുക്കൂട്ടുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ അക്ഷയ കേന്ദ്രത്തിലെ സാന്ത്വനയ്ക്ക് ഒരു പണി കൊടുക്കണം എന്ന് ഹസ്ബൻഡ് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ഇന്നൊരു പണി ഒരുക്കിയത്. അത് ഏറ്റ പണിയായി പോയി. അപ്പോൾ നമ്മുടെ സാറിൻ്റെ പേര് ശിവകുമാർ സാറാണ് ഇതിന് നമുക്ക് ഇവിടെ നിന്ന് പെർമിഷനൊക്കെ തന്ന് നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ കൂടെ മറ്റൊരു സ്റ്റാഫുകളിലേക്കൊക്കെ അറിയാമായിരുന്നോ? നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നോ? പണി കൊടുക്കുന്ന ആരെയും അറിയില്ലേ? അറിയാമായിരുന്നോ? അപ്പോൾ അരുണേ, അതാ എന്താണ് ഇങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞു? കൂടാതെ ഒരു ബർത്ത്ഡേ ആണല്ലേ? മെയ് 12-ാം തീയതി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു അഡ്വാൻസ് ഗിഫ്റ്റ് കൊടുത്താണ് അല്ലേ? ആ, എന്തായാലും ബിഗ് ബാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, സാർ കൊടുക്കണം. SK ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസർ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഹസ്ബൻഡിന് വീട്ടിൽ ചെന്നിട്ട് വല്ല പണി കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ശരി, പോട്ടെ.